സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പര. നമസ്കാരം. ഉപാസനയിലേക്ക് സ്വാഗതം. ഇന്ന് ഗുരുപൂർണിമ, ആഷാഢമാസത്തിലെ പൗർണമി ദിവസം. ഗുരു വേദവ്യാസ മഹർഷിയുടെ ജന്മദിനം. ബുദ്ധ സന്യാസികളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഭഗവാൻ ശ്രീബുദ്ധൻ ബോധോദയത്തിന് ശേഷം ആദ്യമായിട്ട് ഉത്തർപ്രദേശിലെ സാരാനാഥിൽ വെച്ച് തൻ്റെ ശിഷ്യർക്ക് ധർമ്മോപദേശം ചെയ്ത ദിവസം. ഇങ്ങനെ ഹിന്ദുമതവിശ്വാസികളും ബുദ്ധമതവിശ്വാസികളുമായ ആളുകൾ ഏറ്റവും പവിത്രമായി കാണുന്ന ഒരു ദിവസമാണ് ഗുരുപൂർണിമ. ആഷാഢമാസത്തിലെ പൗർണമി ദിവസമായതുകൊണ്ട് ആഷാഢ പൂർണിമ എന്നും ഇന്നേ ദിവസം അറിയപ്പെടും. വേദവ്യാസ മഹർഷിയുടെ ജന്മദിനമായതുകൊണ്ട് വ്യാസപൂർണിമ എന്നും അറിയപ്പെടും. എന്തൊക്കെ തന്നെയാണെങ്കിലും തൻ്റെ ഗുരുക്കന്മാരെ ഏറ്റവും നന്നായി ആദരിക്കാൻ ഉള്ള ദിവസമാണ് ഗുരുപൂർണിമ. ഭാരതീയ സനാതന സംസ്കാരം ഗുരുവിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം ദൈവത്തേക്കാൾ മഹത്തരമാണ്. ഒരു വ്യക്തിയുടെ ആത്മീയ ഉന്നതി എന്ന് പറഞ്ഞാൽ ഈശ്വര വിശ്വാസവുമായിട്ട് ഇടചേർന്ന് നിൽക്കുന്നു. മോക്ഷം എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരമാണ്. അങ്ങനെയാണെങ്കിൽ ഈശ്വരനെ കണ്ടെത്താൻ എന്താണൊരു വഴി? ഒരു ഭൗതിക സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കർമ്മമാണ് തൻ്റെ ഗുരുവിനെ കണ്ടെത്തുക എന്നുള്ളത്. കാരണം ആ ഗുരുവിൽ കൂടിയാണ് ഒരു വ്യക്തിക്ക് ഈശ്വരനിലെത്താൻ സാധിക്കുള്ളൂ. അപ്പൊ സാധാരണ ഒരു വ്യക്തിയും ഈശ്വരനും തമ്മിലുള്ള ഒരു ചാലക ശക്തിയാണ് ഗുരു എന്ന് പറയുന്നത്. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മം, തസ്മൈ ശ്രീ ഗുരവേ നമ. ഇതാണ് സനാതന സംസ്കാരം ഗുരുവിനെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നത്. ഏറ്റവും മഹത്തരമായ ഈശ്വര സങ്കല്പങ്ങൾ ഏതൊക്കെയാണോ ആ ഈശ്വര സങ്കല്പങ്ങളെല്ലാം തന്നെ ഗുരുവാണ്. കാരണം ആ ഈശ്വര സങ്കല്പങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഒരുവിന് ഗുരുവിൻ്റെ സാമീപ്യം വേണം, ഗുരുവിൻ്റെ കടാക്ഷം വേണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഗുരു? സംസ്കൃതത്തിലെ ഗു എന്ന് പറയുന്ന വാക്കും രു എന്ന് പറയുന്ന വാക്കും കൂടിച്ചേർന്നാണ് ഗുരു എന്ന പദമുണ്ടായത്. അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തെ സൂചിപ്പിക്കുന്നതാണ് ഗു എന്ന അക്ഷരം. അതേപോലെ ജ്ഞാനപ്രകാശത്തെ സൂചിപ്പിക്കുന്നതാണ് രു എന്ന അക്ഷരം. അജ്ഞാനത്തിൻ്റെ അന്ധകാരം ഇല്ലാതെയാക്കി ഒരുവന് ജ്ഞാനപ്രകാശം കൊടുക്കുന്നവനാണ് ഗുരു. അതുകൊണ്ട് തന്നെ വ്യക്തി ജീവിതത്തിൽ ഈശ്വരനേക്കാൾ സ്ഥാനമുണ്ട് ഗുരുവിന്. അതുതന്നെയാണ് ഈ ഗുരുപൂർണിമയുടെ പ്രാധാന്യവും. നമുക്കറിയാം, വേദവ്യാസ മഹർഷി ഭാരതീയ സനാതന സംസ്കാരത്തിലെ ഏറ്റവും പൂജ്യനായ ഒരു സന്യാസി വര്യനാണ്, ഏറ്റവും ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഗുരുപൂർണിമയായി ആഘോഷിക്കുന്നത്. പണ്ട് പരാശര മഹർഷി സത്യവതി എന്ന മുക്കുവ കന്യകയിൽ അനുരക്തനാവുകയും ഒരു വിജനമായ ദ്വീപിൽ വെച്ച് സത്യവതി കറുത്ത ഒരു കുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു. അവൻ കറുത്തവനായിരുന്നു. അതേപോലെ തന്നെ ഒരു ദ്വീപിന് ഉള്ളിൽ വെച്ചിട്ടാണ് അവർ ആ കുട്ടിക്ക് ജന്മം നൽകിയത്.
അതുകൊണ്ട് കറുത്ത ആ ദ്വീപിൽ ജനിച്ചവനായതുകൊണ്ട് അവർ ആ കുട്ടിക്ക് കൃഷ്ണദ്വൈപായനൻ എന്ന് പേരിട്ടു. സംസ്കാരം, ഭാരതീയ സംസ്കാരം പറയുന്നത് ഈ കുട്ടി ജനിച്ച വഴിക്ക് തന്നെ വളർന്നു, പെട്ടെന്ന് വളർന്നു. എന്നിട്ട് തൻ്റെ മാതാവായ സത്യവതിയോട് ചോദിച്ചു, അമ്മേ, എനിക്ക് ജ്ഞാനം വേണം എന്ന്. പക്ഷേ സത്യവതി മകന് ജ്ഞാനം കൊടുക്കാനുള്ള സാഹചര്യത്തിലുള്ളവളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സത്യവതി പറഞ്ഞു, മകനെ, തപസ്സാണ് ജ്ഞാനത്തിലേക്കുള്ള വഴി. നീ തപസ് ചെയ്ത് സ്വയം ജ്ഞാനം നേടൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണദ്വൈപായനൻ തപസ്സിനു വേണ്ടി പുറപ്പെട്ടു. അവിടെ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവസാനിക്കുകയാണ്. പിന്നീട് അനവധി കാലങ്ങൾക്കു ശേഷം സരസ്വതി നദിയുടെ തീരത്ത് കൃഷ്ണദ്വൈപായനൻ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോഴേക്കും അദ്ദേഹം മഹാജ്ഞാനിയായി വളർന്നിരുന്നു. ഇങ്ങനെ ഈ നദിക്കരയിൽ ഒരു ആശ്രമം കെട്ടി അവിടെ അദ്ദേഹം ജീവിതം ആരംഭിക്കുകയാണ്. അങ്ങനെ ഉള്ളൊരു കാലഘട്ടത്തിലാണ് തൻ്റെ ആശ്രമമുറ്റത്തുള്ള ഒരു മരക്കൊമ്പിൽ ഒരു അമ്മക്കിളിയും ഒരു കുറച്ച് കിളിക്കുഞ്ഞുങ്ങളും കൂടി ഇരിക്കുന്നത് കാണുന്നത്. ഈ അമ്മക്കിളി വളരെ സ്നേഹത്തോടും കരുതലോടും കൂടി ഈ കുഞ്ഞു കിളികളെ സംരക്ഷിക്കുന്നത് കണ്ടപ്പോൾ കൃഷ്ണദ്വൈപായനന് ഒരാഗ്രഹം തോന്നി. ഇതേപോലെ സംരക്ഷിക്കാനും ലാളിക്കാനും തനിക്കും ഒരു പുത്രൻ ഉണ്ടായെങ്കിൽ എന്ന്. ആ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നു. ജ്ഞാന ലബ്ധിക്ക് ശേഷം ഭൗതിക അവസ്ഥയിലേക്കുള്ള കൃഷ്ണദ്വൈപായനന്റെ ഒരു മാറ്റമായിരുന്നു അത്. ഒരേ സമയം തന്നെ ആത്മീയ ജ്ഞാനവും അതോടൊപ്പം തന്നെ ഭൗതിക ജീവിത സാഹചര്യങ്ങളിൽ കൂടിയും കടന്നുപോയ ഒരു വ്യക്തിയാണ് കൃഷ്ണദ്വൈപായനൻ. അങ്ങനെ ഒരു ദിവസം നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം തനിക്കൊരു പുത്രനെ ലഭിക്കുന്നതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങാൻ വേണ്ടി ദേവീ പൂജ ചെയ്യുകയാണ്. പൂജയ്ക്ക് വേണ്ടി അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാക്കാൻ വേണ്ടി അരണി കടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഘൃതാചി എന്ന് പറയുന്ന ഒരു അപ്സര സ്ത്രീ ഇദ്ദേഹത്തിന്റെ തപസ്സിന് വിഘ്നം വരുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പഞ്ചവർണ്ണ കിളിയുടെ രൂപം ധരിച്ച് ആ ആശ്രമാന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പാറിപ്പറന്നു. ഇദ്ദേഹത്തിന്റെ ശ്രദ്ധ ആ പഞ്ചവർണ്ണ കിളിയിൽ പതിഞ്ഞ നിമിഷം തന്നെ പഞ്ചവർണ്ണ കിളി അവിടുന്ന് പറന്നുപോയി. പക്ഷേ ആ സൗന്ദര്യത്തിൽ, ആ ബാഹ്യ സൗന്ദര്യത്തിൽ, ആ ഭൗതിക സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ഒരു നിമിഷം മനസ്സ് ചഞ്ചലപ്പെട്ടു. ഉടൻ തന്നെ ആ അഗ്നിയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു പുത്രൻ ജനിച്ചു. ശുഗത്തെ കണ്ട് മോഹിച്ചത് കൊണ്ട് ആ പുത്രന് അദ്ദേഹം ശുഗൻ എന്ന് പേരിട്ടു. അദ്ദേഹത്തിൻ്റെ പുത്രലബ്ധിയിൽ അദ്ദേഹം ആനന്ദവാനായി. കാലം കടന്നുപോയി. ശുഗമഹർഷി വിവാഹം കഴിച്ചു. എങ്കിലും അദ്ദേഹം ഇതേപോലെ തൻ്റെ അച്ഛനെ പോലെ തന്നെ ജ്ഞാന ആർത്തിയായിരുന്നു. അതുകൊണ്ട് സഹധർമ്മിണിയെയും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് ശുഗമഹർഷി തപസ്സിനു വേണ്ടി പുറപ്പെട്ടു. ഇതാണ് വേദവ്യാസ മഹർഷിയുടെ ആദ്യകാല ചരിത്രങ്ങള്, കഥകള്. പിന്നീട് അദ്ദേഹം ഹസ്തിനപുരിയുമായി ബന്ധപ്പെടുകയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ അദ്ദേഹത്തിൻ്റെ ജീവിത ചക്രം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് കൃത്യനിഷ്ഠയില്ലാതെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന വേദത്തെ അദ്ദേഹം പകുത്ത് അർത്ഥങ്ങൾക്കനുസരിച്ച് 4 വേദങ്ങളായി പകുത്ത് വേദത്തിന് ഒരു ചിട്ട ഉണ്ടാക്കി. ബ്രഹ്മദേവന്റെ ഉപദേശപ്രകാരം
വിഘ്നേശ്വരനായ ഗണപതി ഭഗവാൻ വേദവ്യാസ മഹർഷി ചൊല്ലിക്കൊടുക്കുന്നത് പകർത്തി എഴുതാം എന്ന് ഏറ്റു. പക്ഷേ ഗണപതി ഭഗവാൻ ഒരു വ്യവസ്ഥ മുന്നോട്ട് വച്ചു. താൻ എഴുത്താണി എടുത്ത് എഴുതി തുടങ്ങിയാൽ അതിന് വിഘ്നം വരാതെ തുടർച്ചയായിട്ട് കാവ്യങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ സമ്മതിച്ചു കൃഷ്ണദ്വൈപായനൻ. പക്ഷേ പകരം ഗണപതിയോട് ഇങ്ങോട്ടും ഒരു വ്യവസ്ഥ ചോദിച്ചു. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം എഴുതുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എഴുതണമെന്ന് പറഞ്ഞു. ഗണപതി ഭഗവാനും സമ്മതിച്ചു. അങ്ങനെയാണ് ഈ വേദത്തിൻ്റെ വിഭജനങ്ങൾ, ആ ചിട്ടവരുത്തലുകൾ നടക്കുന്നത്. വേദത്തെ വ്യസിച്ചവൻ വേദവ്യാസനായി മാറി. അങ്ങനെ കൃഷ്ണദ്വൈപായനൻ വേദവ്യാസ മഹർഷിയായി. സപ്ത ചിരഞ്ജീവികളിൽ ഒരാളാണ് വേദവ്യാസ മഹർഷി. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം മഹാഭാരതം എന്ന ഇതിഹാസത്തിൻ്റെ രചന നിർവഹിച്ചു. ആ മഹാഭാരതം എന്ന ഇതിഹാസത്തിൽ അദ്ദേഹം സ്വയം ഒരു കഥാപാത്രമാണ്. ഇങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഒരു വ്യക്തിയാണ് വേദവ്യാസ മഹർഷി. നമുക്കറിയാം, ഈ മഹാഭാരതത്തിലെ ഒരു ഭാഗം തന്നെയാണ് ഉപനിഷത്തായി സങ്കല്പിക്കുന്ന ഏറ്റവും പവിത്രമായ ഭഗവത്ഗീത. അതേപോലെ തന്നെ ഈ മഹാഭാരതത്തിൽ ഇല്ലാത്തതൊന്നും തന്നെ ഈ ഭൂമിയിൽ ഇല്ല എന്ന് പറയപ്പെടുന്നു. അത്രയും ബൃഹത്തായ പഞ്ചമവേദം എന്നറിയപ്പെടുന്ന മഹാഭാരതം രചിച്ചത് വേദവ്യാസ മഹർഷിയാണ്. വേദവ്യാസൻ എന്ന് പറയുന്ന സ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ അനവധിയുണ്ട്. പല കാലങ്ങളിലായി വേദത്തെ വ്യസിച്ച വേദവ്യാസന്മാരുണ്ടായിട്ടുണ്ട്. മന്വന്തരങ്ങളിൽ, ഓരോ മന്വന്തരങ്ങളിലെ ദ്വാപര യുഗ കാലഘട്ടങ്ങളിലും വേദത്തെ വ്യസിച്ച വേദവ്യാസന്മാരുണ്ടായിട്ടുണ്ട്. അതിൽ 28ാമത്തെ വേദവ്യാസനാണ് കൃഷ്ണദ്വൈപായനൻ എന്ന വേദവ്യാസ മഹർഷി. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ ഗുരുപൂർണിമയായിട്ട് ആഘോഷിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ഗുരു എന്ന വാക്ക് പലപ്പോഴും തെറ്റായി ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ അധ്യാപകരെ, നമ്മുടെ നാട്ടിൽ ഇന്ന് അധ്യാപകരുണ്ട്, ഗുരുക്കന്മാർ കുറവാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഗുരുവും അധ്യാപകനും തമ്മിലുള്ള വ്യത്യാസം? ഒരു ഗുരുവിന് അധ്യാപകനാവാം. ഒരു അധ്യാപകന് ഗുരുവായി മാറണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടേണ്ടതുണ്ട്. ഒരു ഗുരു എന്ന് പറയുന്നത് താൻ അറിഞ്ഞ ആത്മീയമോ ആയിക്കോട്ടെ ഭൗതികമായിക്കോട്ടെ ഏത് കാര്യങ്ങളാണെങ്കിലും സാധനാപൂർവം അത് തൻ്റെ ജീവിതത്തിൽ പകർത്തി അതിൽ നിന്ന് കിട്ടുന്ന അന്തസ്സത്ത സ്വയം അനുഭവിച്ചറിഞ്ഞ് അത് തൻ്റെ ശിഷ്യർക്ക് അല്ലെങ്കിൽ ലോകത്തിനു വേണ്ടി പ്രദാനം ചെയ്യുന്നവൻ ആരാണോ അവനാണ് ഗുരു. അവിടെ വിദ്യ പകർന്നു കൊടുക്കുക എന്നത് ഒരു സാധന മാത്രമാണ്, ഒരു ആത്മസംതൃപ്തി മാത്രമാണ്. എന്നാൽ അധ്യാപനം നടത്തുന്നവൻ ആരാണോ അവനാണ് അധ്യാപകൻ. പറഞ്ഞു വച്ച കാര്യങ്ങൾ പഠിച്ച് ആ പഠിച്ച കാര്യങ്ങൾ അതേപോലെ മറ്റൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നവനാണ് അധ്യാപകൻ. അധ്യാപകൻ പലപ്പോഴും ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രതിഫലം വാങ്ങാറുണ്ട്. എന്നാൽ ഗുരു എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന് നന്മ ചെയ്യുക എന്ന ഒരു സാത്വിക ഭാവം മാത്രം മുൻനിർത്തി തൻ്റെ അനുഭവ സമ്പത്തും താൻ അറിഞ്ഞ കാര്യങ്ങളും അടുത്ത തലമുറയ്ക്ക് പകർത്തി കൊടുക്കുക എന്ന ഒരു കർമ്മം, അത് തൻ്റെ ഡ്യൂട്ടിയാണ്, തൻ്റെ കർമ്മമാണ്, തൻ്റെ ചുമതലയാണെന്ന മനോഭാവത്തോടു കൂടിയിട്ട് ചെയ്യുന്നവനാണ് ഗുരു. അവിടെ സമർപ്പണമാണ്.
ഇതേപോലെ തന്നെ ഒരു അധ്യാപകന് വേണമെങ്കിൽ ഗുരുവായി പരിണമിക്കാം. സാധനാപൂർവം സ്വജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ ഒരു ഗുരുവായി മാറാം. പലപ്പോഴും ഒരു ഗുരു അധ്യാപനം എന്ന പ്രവൃത്തിയിലേക്ക് മാറാറില്ല. കാരണം അവിടെ പ്രതിഫലം ഇച്ഛിക്കാതെയുള്ള പ്രവൃത്തികളാണ് ഒരു ഗുരുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്നാലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരെല്ലാം ഗുരുക്കന്മാർ തന്നെയാണ്. ആ പരമോന്നത തനിക്ക് ഏത് രീതിയിലുള്ള ജ്ഞാനം തരുന്നവർക്കും ആ പരമോന്നതമായിട്ടുള്ള ബഹുമതിയോടുകൂടി ബഹുമാനത്തോടുകൂടി ഗുരു എന്ന സങ്കല്പത്തോടുകൂടി ആ വ്യക്തിക്ക് വേണ്ട ബഹുമാനം കൊടുക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന വിദ്യ ഏതു തന്നെയായാലും അതിനൊരു തിളക്കം കൂടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിലും ഗുരുപൂർണിമ ഇത്രയും വളരെയധികം പ്രാധാന്യത്തോടുകൂടി നമ്മൾ ഓർക്കുന്നതും ആചരിക്കുന്നതും ഗുരു എന്ന സ്ഥാനത്തിന് ഭാരതീയ സനാതന സംസ്കാരം കൊടുത്തിരിക്കുന്ന ആ ഉയർന്ന തലത്തിലുള്ള ബഹുമാനം ഒന്നുകൊണ്ട് തന്നെ മാത്രമാണ്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മുടെ ഗുരുവിനെ കണ്ടെത്തണം. അത് പലപ്പോഴും ദുഷ്കരമായ ഒരു കാര്യമാണ്. പക്ഷേ ഏതൊരു ജീവിത സാക്ഷാത്കാരത്തിനും ഏതൊരു മോക്ഷമാർഗത്തിനും ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൗതിക കാലഘട്ടത്തിലും നമുക്ക് ഗുരുവിനെ കണ്ടെത്തേണ്ടത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. വന്ദേ ഗുരു പരമ്പര.